ഹലോ, എല്ലാവർക്കും പിക്ക് ആൻഡ് മിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത്, ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. ഇന്ന് മെയ് 1 നമ്മൾ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഫാമിലിയുടെ കൂടെയാണ് കേട്ടോ ബാംഗ്ലൂരിലേക്ക് പോണത്. ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ ആമയിലത്തെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അവർ ഏട്ടനും വൈഫും അവരുടെ കുട്ടികളും കൂടെ നമ്മളെ കൂടെ ഇന്ന് ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ ബാംഗ്ലൂർ പോകുമ്പോൾ ഞാനും ഹസ്ബൻഡും 2 കുട്ടികളും കൂടെയാണ് പോവാറുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടുന്ന് നാട്ടിൽ നിന്ന് ആരെങ്കിലും വരാറുണ്ട്. ഇവരിപ്പോൾ ഹസ്ബൻഡിൻ്റെ ഏട്ടനും ഫാമിലിയും എന്ന് പറയുമ്പോൾ അവർ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ബാംഗ്ലൂരിലോട്ട് വരുന്നത്. അപ്പോൾ അവർക്കും അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട്. പിന്നെ മക്കൾക്കാണെന്നുണ്ടെങ്കിലും നല്ലൊരു സന്തോഷമാണ്. കാരണം അവർ ബാംഗ്ലൂർ വരുമ്പോൾ അവർ ഒറ്റയ്ക്കായിരിക്കും, കളിക്കാൻ ആരുമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്രാവശ്യം വരുമ്പോൾ ഇല്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 8 മണി സമയത്താണ് ഇറങ്ങിയത്. അതുപോലെ വൈകുന്നേരം ഒരു 5 മണി സമയത്താണ് നമ്മളിവിടെ ബാംഗ്ലൂർ റീച്ച് ആയത്. അതിനിടയ്ക്കുള്ള വഴിയിലെ കാഴ്ചകളും അതുപോലെ അവർ വണ്ടിയിൽ നിൽക്കുമ്പോൾ ചെയ്തിരുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അങ്ങനെ ഏകദേശം 1 മണിയൊക്കെ ആയതോടുകൂടെ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അതിനിടയ്ക്ക് വഴിക്കടവ് എത്തിയ സമയത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്നല്ല ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ മാനിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലും എന്തൊക്കെ അനിമൽസിനെ കാണാൻ പറ്റും എന്നുള്ള ഒരു ഇതിലൊക്കെ ആയിരുന്നു ഇരുന്നിരുന്നത്. പക്ഷേ ഒരുപാട് അനിമൽസിനൊന്നും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നട്ടുച്ച വെയിലായതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, കാര്യമായിട്ട് അനിമൽസൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് മാനും പിന്നെ മെയിനായിട്ട് മങ്കി അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് കർണാടക ബോർഡർ കിടക്കുകയാണ്. ഇനിയും ഏകദേശം ഒരു 4-5 ഹവർ ഉണ്ട് യാത്ര. നമുക്ക് ആദ്യം ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഇങ്ങനെ എത്രയും സമയം ഇരിക്കും, അതുപോലെ അവർ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ആർക്കും യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല സുഖമായിട്ട് തന്നെ ഇവിടെ എത്തി. പിന്നെ എൻ്റെ മക്കളെന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ യാത്ര ചെയ്തിട്ട് ശീലമായിട്ടുണ്ട്. അവർ വണ്ടിയിൽ കയറിയാൽ കുറച്ച് നേരം ഉറങ്ങും, കുറച്ച് നേരം കളിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ കുട്ടികൾക്കാണെന്ന് പറഞ്ഞാൽ അവർ ഇത്രയും ഇത്രയും സമയം വണ്ടിയിലിരിക്കുന്നതൊക്കെ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ അവർക്ക് എത്താത്തത് എന്താന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ അവരെയും കൊണ്ടൊന്നും കാര്യമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞ് മൈസൂർ എത്താറായിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പോണത് ടോൾ റോഡിലേക്കാണ്. അതിന് മുന്നേ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടെ നല്ല കളിയാണ്. അവരായിട്ട് സംസാരിച്ചിട്ടും കളിച്ചിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാണ്. അവർക്കിങ്ങനെ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കുമ്പോൾ അവരെയും കൊണ്ട് മാക്സിമം അവർ കഴിയുന്നത് പോലെയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോലെ ഫുൾ ടൈം ഉണ്ടാതിരിക്കാനും നമ്മളെപ്പോലെ ഫുൾ ടൈം പുറത്ത് നോക്കിക്കൊണ്ടിരിക്കാനൊന്നും അവരെയും കൊണ്ട് സാധിക്കില്ലല്ലോ. അങ്ങനെ ടോൾ റോഡ് കഴിഞ്ഞു. നമ്മൾ 5 മണി ആയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും. നമ്മൾ KHBയുടെ മെയിൻ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ട്രാവലിംഗ് വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള നമ്മളെ ചെറിയ ട്രാവലിംഗ് വീഡിയോസിനായിട്ടും അതുപോലെ കുക്കിംഗ് വീഡിയോസിനായിട്ടൊക്കെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.